തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD പരീക്ഷ എഴുതിയ 15,000 പേരിൽ 10%, അതായത് 1,500 പേർ സൂപ്പർ നോട്ട്സിന്റെ കുട്ടികളായിരുന്നു. സൂപ്പർ നോട്ട്സിന്റെ കുട്ടികളോട് സൂപ്പർ നോട്ട്സ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ 1,500 കുട്ടികളെ സൂപ്പർ നോട്ട്സ് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നോ? എന്താണ് ഇപ്പൊ ഇലക്ഷന് കൊടുക്കുന്ന മാനിഫെസ്റ്റോ പോലെ സൂപ്പർ നോട്ട്സിന്റെ മാനിഫെസ്റ്റോ കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, എന്തെങ്കിലും പ്രാവർത്തികമാക്കാതെ പോയിട്ടുണ്ടോ? ഒരു സ്ഥാപനവും പറയാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരു ബാച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് എന്താണ് ചെയ്തത് എന്നും കൊടുത്തത് എന്നും പറയാൻ ആഗ്രഹിക്കാത്ത സൂപ്പർ നോട്ട്സിന്റെ മുഴുവൻ കാര്യങ്ങളും, ആ ബാച്ചുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് നോക്കുന്നത്? അതോ ഫ്ലോപ്പ് ആണോ സൂപ്പർ നോട്ട്സിന്റെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് കിട്ടുന്നത്? അവരുടെ കാശ് വേസ്റ്റ് ആക്കി കളയുകയാണോ? നമുക്കൊന്ന് റിവീൽ ചെയ്താലോ, എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും ഇത് കോമ്പറ്റേറ്റീവ് എക്സാം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഫേം ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇത് 100% സത്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം 1,500 കുട്ടികൾ താഴെ കമന്റ് ഇടാം. 1,500 കുട്ടികൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്തു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ? ഓക്കെ, അനലൈസ് ചെയ്യാൻ നമുക്കൊന്ന് ഇവിടെ ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഏത് PSC പരീക്ഷകളായിക്കോട്ടെ, ചിലപ്പോൾ പരീക്ഷ എഴുതുന്നവരിൽ ഒരു 6%, 5% ഒക്കെ ആയിരിക്കും ഒരു സ്ഥാപനത്തിന് കൂടി ഉള്ളത്. പക്ഷെ 10% കുട്ടികൾ ഒരു പരീക്ഷ എഴുതിയതിൽ 10% അതൊരു സ്ഥാപനത്തിൽ നിന്നാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു ചലഞ്ച് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ധൈര്യത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിൽ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു ട്രസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചത്, അതായത് ഈ എക്സാം എഴുതുന്നത് 15,000 പേരാണ് എക്സാം എഴുതാൻ പോകുന്നത്. അതിനകത്ത് എല്ലാവരും എക്സാം എഴുതാൻ പോകുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ സൂപ്പർ നോട്ട്സ് ഇതിനു വേണ്ടി ചെയ്ത മാരത്തോൺ 22,000 പേരാണ് കണ്ടത്. സോ എന്താണ് അവിടെ കൊടുക്കുന്ന മെസ്സേജ്? തീർച്ചയായിട്ടും അത്രയും ട്രസ്റ്റ് കുട്ടികൾക്ക് സൂപ്പർ നോട്ട്സിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശരി, ആ ട്രസ്റ്റ് ബാച്ചുകളിൽ കാണിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഞാൻ ഈ കൊണ്ടുവച്ചിരിക്കുന്നത് ഓരോന്നും സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളും അതിലെന്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതുമാണ് നമ്മളത് പറയുന്നത്. ഞാനത് ചോദിക്കാം സാറിനോട്, ഓരോ കാര്യങ്ങളും എന്താണെന്ന് ചോദിക്കാം. പോരായ്മകൾ ഉള്ളത് അതേപോലെ തന്നെ പറയണം, അത് അതേപോലെ തന്നെ പുറത്തു പോകണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 6 ബാച്ചുകളാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഈ 6 ബാച്ചുകളിലായിട്ടാണ് 1,500 കുട്ടികൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത്. 10% ടോട്ടൽ ആപ്ലിക്കൻസ്. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് ഇത്രയും അധികം കുട്ടികൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിലേക്ക് എത്തുക, അതുണ്ടാകുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എടുക്കണമെങ്കിൽ ഇതിനേക്കാളും കുട്ടികൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് സൂപ്പർ നോട്ട്സിനുണ്ട്. ഓക്കെ, ഇപ്പോൾ ദേവസ്വം ബോർഡിനകത്ത് 6 ബാച്ച് വന്നു. മറ്റു പല സ്ഥാപനങ്ങളാണെങ്കിൽ ഒരു ബാച്ചിനകത്തായിരിക്കും ഈ 1,500 കുട്ടികളെ ആഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഒരു പോളിസി ഉണ്ട്. നമ്മുടെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിനകത്ത് മാക്സിമം 250 കുട്ടികൾ വരെ മാത്രമേ ആകാവൂ. കാര്യം അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടികളെ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് വരെ നമ്മുടെ ബാച്ചുകളിലെല്ലാം തന്നെ 90% ബാച്ചുകളിലെല്ലാം തന്നെ ആ 250 താഴെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ചില ബാച്ചുകളാണെങ്കിൽ പെട്ടെന്ന് ഒരുമിച്ച് അഡ്മിഷൻ ആയി പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഒരു 10-30 ആൾക്കാരുടെ എണ്ണം കൂടാം. ഓക്കെ, അവിടെ ഈ നോട്ടിഫിക്കേഷൻ വന്നത് മുതലുള്ള ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDയുടെ ക്വാളിഫിക്കേഷൻ SSLC ആയിരുന്നു ക്വാളിഫിക്കേഷൻ. പക്ഷേ നമ്മുടെ വിശ്വാസവും അങ്ങനെയായിരുന്നു. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊന്നും മറ്റാർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ആർക്കും അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പുള്ളിയോടും ചോദിച്ചായിരുന്നു എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ മാറ്റം വരാൻ എന്തെങ്കിലും സാധ്യത? തീർച്ചയായും അപ്പോൾ പോഡ്കാസ്റ്റ് എങ്ങനെയാണ്. അപ്പോൾ പുള്ളിയുടെ വിശ്വാസവും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും ആ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, പക്ഷേ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ മാറി. +2+ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ആയി. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ മാറിയപ്പോൾ സാധാരണ ഒരു സ്ഥാപനത്തിനാണെങ്കിൽ അവർ വേറെ ഒന്നും ചെയ്യത്തില്ല. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് ജോബിനും അറിയാം, ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് സൂപ്പർ നോട്ട്സിന്റെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഓണം സെലിബ്രേഷൻ നമ്മളിങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് യാത്രയിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ മാറിയത്. ബാക്കിയെല്ലാം വന്ന് അന്ന് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? രാവിലെ നമ്മൾ ആ സ്ഥാപനത്തിൽ ഇത് അറിഞ്ഞത് മുതൽ ആ സ്ഥാപനത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെയുള്ള സമയം ആക്ച്വലി ഒരു മരണ വീടിന് തുല്യമായിട്ടുള്ള, അല്ലേ, ഒരു മരണം നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ പോയി അത് ചടങ്ങിൽ പങ്കെടുക്കാം, അതേപോലൊരു മാനസികാവസ്ഥയിലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സ്വിമ്മിംഗ് പൂളിന് ചുറ്റും നമ്മൾ വെറുതെ ഒന്നും പറയാനില്ലാതെ ആലോചിച്ചിരുന്ന കുറേ നിമിഷങ്ങൾ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഓണം സെലിബ്രേഷനും ബാക്കിയെല്ലാം ഗ്രാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ നോട്ട്സിന് ആദ്യത്തെ ഓണമാണ്. നമ്മൾ നമ്മുടെ എഡിറ്റോറിയൽ ടീം എന്ന് എനിക്കറിയാം, ഏറ്റവും ബെസ്റ്റ് ടീമാണ് നമുക്കുള്ളത്. ഓക്കെ, ഒന്നും ചെയ്യാനില്ലാതെ ഒരു പറഞ്ഞ കണക്കാണ് ഒരു മരണ വീട് പോലെ ആ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ അങ്ങായി പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ കുട്ടികളെ, അപ്പോൾ സൂപ്പർ നോട്ട്സിൽ ഒരുപാട് ഇതിനേക്കാളും ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ അവരെ നമ്മുടെ ഈ ദേവസ്വം ബാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3,000 രൂപയാണ് ആവറേജ് ഒരു ബാച്ചിന്റെ. അവിടെ ഒരു കാര്യമുണ്ട്,
കുട്ടികളെ പറ്റിച്ചു സൂപ്പർ നോട്ട്സ്. ഇതാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടാഗ് ലൈൻ പോലും അല്ലെ, കുട്ടികളെ സൂപ്പർ നോട്ട്സ് പറ്റിക്കുകയാണ്, പൈസ വാങ്ങിച്ചിട്ട് അവരെ ദ്രോഹിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള സമയം. ഇത് ആക്ച്വലി ഉണ്ടായത് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റുഡൻസിൽ നിന്നുണ്ടായത് അവരുടെ പേഴ്സണൽ ബന്ധമാണ്. ഇതിന് പുറത്തു നിന്നുള്ള കുറേ അധികം ശബ്ദങ്ങൾ. അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു എടെക് ഫാമിൽ നമുക്ക് വേറെ എന്താ പറയുക, ഒരു ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആരുമില്ല. ഫ്രം ദ ഗ്രൗണ്ട് സീറോ ഒരു വർഷം കൊണ്ട് ഇത്രയും സക്സസ് ആയ മറ്റൊരു എടെക് പ്ലാറ്റ്ഫോം വരെ കാണത്തില്ല. അതിന്റെ പുറകിൽ എഫേർട്ട് ജോബിന് നന്നായിട്ട് അറിയാം, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ വരാം, അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരാം. നമ്മൾ അങ്ങനെ ആ കണ്ണിൽ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ക്വാളിഫിക്കേഷനിൽ മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമുക്ക് നമ്മുടെ ഡിഗ്രി ബാച്ചസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു കോഴ്സ് വാല്യൂ നോക്കുകയാണെങ്കിൽ 5,000 ഒക്കെയാണ് കോഴ്സ് വാല്യൂ വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് താല്പര്യമുള്ള ആൾക്കാരെ മൊത്തം അങ്ങോട്ട് മാറ്റിയായിരുന്നു. എൻ്റെ ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ എനിക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ താല്പര്യമില്ല, അവർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ റീഫണ്ടും ചെയ്തായിരുന്നു. ഓക്കെ, കാര്യം അത് ആ ഒരു കുട്ടിയുടെ ചോയ്സാണ്, നമുക്ക് അതിനകത്ത് വേറൊന്നും പറയാനില്ല. എന്നിട്ട് ഇതിനേക്കാളും എല്ലാം ഉപരി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഈ ക്വാളിഫിക്കേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്ത ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് എത്ര തവണ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിൽ പോയി പ്രസിഡന്റിനെ പോയി കണ്ടു. അതായത് കണ്ടത് 4-5 തവണ നമ്മൾ പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു. ഇത് കാണാൻ വേണ്ടി നമ്മൾ അതിലേറെ പ്രാവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോയിട്ടുണ്ട്, KDRBയിൽ പോയിട്ടുണ്ട്. KDRBയിൽ പോയപ്പോൾ വളരെ നമുക്ക് മേപ്പോട്ടൊന്ന് കയറി പോകാൻ പോലും പറ്റാത്ത അവസ്ഥകൾ പല തവണ ഉണ്ടായിട്ടുണ്ട്. ഇനി അതുകൂടാതെ നമ്മൾ മിനിസ്റ്റീരിയൽ ലെവലിൽ വരെ അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ബാക്കി എല്ലാവരും സപ്പോർട്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നോക്കി മാറ്റാനായിട്ട് പുള്ളി മാക്സിമം ശ്രമിക്കാം. പല ദേവസ്വം ബോർഡുകളിലും പല നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പല ക്വാളിഫിക്കേഷൻ നല്ലതല്ല. പക്ഷേ എനിക്കതിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ എന്താ പറയുക പുള്ളിയുടെ ചിന്താഗതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാര്യം ഒരു വിഷ്ണുള്ള ഒരാളാണ്. ബാക്കി ഓക്കെ അങ്ങനെയൊക്കെ അതിൽ മുമ്പോട്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ മാറ്റാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ മാറ്റാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാം നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് KDRB എന്ത് ചെയ്തു? KDRB ക്വാളിഫിക്കേഷനിൽ ഇക്വലൻസി എന്നൊരു സാധനം, അതായത് ഇന്ന സാധനങ്ങൾ ഇക്വലൻസി ഉണ്ടെങ്കിൽ, അതായത് എന്താണ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടില്ല. പകരം നമ്മൾ ഇത് പോയി സംസാരിച്ചതിന് ശേഷം അവർ മറ്റൊരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു ഗ്രൂപ്പ് ഇറക്കിയിട്ടാണ് അതിൽ ഏതാണ് ഇക്വലൻസി വെക്കാവുന്നത് എന്നതിലേക്ക് വന്നത്. തീർച്ചയായിട്ടും, അതായത് നമ്മുടെ 1000-ലധികം കുട്ടികളെ കൊണ്ട് നമ്മൾ പരാതി കൊടുപ്പിച്ചു ക്വാളിഫിക്കേഷൻ. കാര്യം ഇത് ഒരു എന്താ പറയാ ഈ ക്വാളിഫിക്കേഷൻ അക്രമം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇന്ന് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും കമ്പ്യൂട്ടർ അവനെല്ലാം അറിയാം. മാത്രമല്ല വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഇവിടെ നോക്കാം 10ാം ക്ലാസ്സിൽ എല്ലാവരും IT പഠിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് +1 പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉണ്ട്, ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉണ്ട്. അവൻ ഇന്ന് പേഴ്സണലായിട്ട് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ക്വാളിഫിക്കേഷൻ അതിന്റെ ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ഈ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ സാധനമായിരിക്കത്തില്ല അവിടെ പോയി ചെയ്യേണ്ടത്. അവർക്ക് സ്വാഭാവികമായിട്ട് ട്രെയിനിങ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ആവശ്യമില്ലാത്തൊരു ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മാറ്റാനായിട്ട് ഒരു കുട്ടികളുടെ കൂടെ നിന്ന് മാക്സിമം നമ്മൾ ശ്രമിച്ചായിരുന്നു. തീർച്ചയായിട്ടും അവിടെ നമ്മുടെ കൂടെ കുട്ടികളും ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറ്റേ വിഷ്ണുവിനെ പോലുള്ള കുട്ടികളൊക്കെ അല്ലെ ഇപ്പോഴും നമ്മളോട് കോൺടാക്ട് ഉള്ള അല്ലെ ഇപ്പോഴും നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഇതിനു വേണ്ടി നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിച്ചു. ഒരു സ്ഥാപനവും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ല, അത് ഒരു സ്ഥാപനം മുമ്പോട്ട് വരത്തില്ല എന്ന് പറയാൻ കാരണം ഒരു സ്ഥാപനത്തിന് അവിടെ ഒരു ക്വാളിഫിക്കേഷൻ മാറ്റുന്ന ഒരു റോളില്ല. കാര്യം ഒരു സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളാണ് ഏറ്റവും വലുത്. അത് സൂപ്പർ നോട്ട്സ് തുടങ്ങിയ സമയം തൊട്ട് സൂപ്പർ നോട്ട്സിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് അറിയാം ആ കുട്ടിക്ക് കിട്ടുന്ന കെയർ എത്ര മാത്രമാണ്. ഇപ്പോൾ എൻ്റെ നമ്പർ എല്ലാ കുട്ടികൾക്കും അറിയാം. ഞാൻ ഒരു കുട്ടി എന്നെ വിളിച്ചാൽ എനിക്ക് അപ്പോൾ ക്ലാസ്സിലായിരിക്കും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് തിരിച്ചു വിളിക്കാറുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ജോബിന്റെ നമ്പറും എല്ലാ കുട്ടികൾക്കും അറിയാം. നമുക്ക് സൂപ്പർ നോട്ട്സ് നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കൊടുക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ സിം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ആ നമ്പർ തന്നെയാണ് എല്ലാ കുട്ടികളും കൊടുത്തേക്കുന്നത്. കാര്യം എനിക്ക് എൻ്റെ കുട്ടികൾ അത്രമാത്രം വലുതാണ്. നമ്മൾ സൂപ്പർ നോട്ട്സിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഹയറിംഗ് നടക്കുമ്പോൾ ഒരു ആൾ വരുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് പറയുന്നത്? നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യുക, അവിടെ നിന്ന് ഒരു കംപ്ലൈന്റ് ഒരിക്കലും വരരുത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ഈ സമയത്തൊക്കെ ഈ കുട്ടികൾ നമ്മളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം തന്നെ എത്ര കോളുകൾ നമ്മൾ അന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മളത് അറ്റൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മളത് അവരോട് സംസാരിക്കാൻ ബാധ്യസ്ഥരാണ്. അവരോട് ഏത് രീതിയിലാണ് നമുക്ക് സഹായം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യുകയും നമ്മുടെ ബാധ്യസ്ഥതയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഇന്നുവരെയും കണ്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ക്വാളിഫിക്കേഷൻ മാറി ഒരുപാട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി, ഡേറ്റ് നീട്ടി. അങ്ങനെ അതിൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം നടന്നു. ഓക്കെ,
ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്ത്. കാര്യം നമ്മളൊരു എഫേർട്ട് കൊടുത്തു. ഇതിന് മാത്രമല്ല, നമ്മളിപ്പോൾ പ്രായപരിധി നമ്മൾ ഉയർത്താനായിട്ട് നമ്മൾ മാത്രമാണ് ശ്രമിച്ചത്, മറ്റൊരാൾ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട്, ഒരു കുറെ അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് മാത്രമല്ല, അതിന്റെ ആ സംഘടനയിൽ പ്രവർത്തിച്ച ആൾക്കാർ, അവരൊക്കെ എല്ലാം നമ്മുടെ മാത്രം ഇതൊന്നും ഒരിക്കലും ഒന്നും സൂപ്പർ നോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എന്റെയോ ജോബിന്റെ ഒരു വ്യക്തിപരമായിട്ടൊന്നുമല്ല, ഒരു ടീമിന്റെ എഫേർട്ടാണ്. അല്ലെങ്കിൽ പുറത്തുള്ള ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാരുടെ എഫേർട്ടാണ്. ഒരു പക്ഷേ അവരുടെ എഫേർട്ടിന് മുമ്പിൽ നമ്മൾ താഴെ തന്നെ ആയിരിക്കും, അതിന് ഒരു സംശയമില്ല. ഓക്കെ, പക്ഷേ അവർക്ക് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, ഇത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റി. ഇത് മറ്റൊരാളും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അങ്ങനെ അതിലും പോസിറ്റീവായിട്ടൊരു മാറ്റങ്ങൾ. അതേപോലെ തന്നെ മറ്റൊന്നാണ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ മെയ് മാസത്തിൽ ഒരൊറ്റ ഡേറ്റ് മാത്രം, മെയ് 2-ാം തീയതി മാത്രം ഒരു ഡേറ്റ് ഇട്ടു. അതിനുശേഷം ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജിനെ പറ്റി പരാമർശമില്ല. അവിടെയും നമ്മൾ അതിനെതിരെ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ട് മെയ് റിവൈസ്ഡ് കലണ്ടർ വന്നു. ആ റിവൈസ്ഡ് കലണ്ടറിൽ സെക്കൻഡ് സ്റ്റേജും ജൂൺ ആദ്യത്തിൽ തേർഡ് സ്റ്റേജും പരീക്ഷ വന്നു. അപ്പം അവിടെ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, 2 ആഴ്ച മാത്രം ഗ്യാപ്പായിട്ട് മാറി. അപ്പം അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അത് ധൈര്യത്തോടുകൂടി പറയാൻ ഒരു മടിയുമില്ല. അത് ഇപ്പം എന്റെ നേച്ചർ ആയിക്കോട്ടെ, ജോബിന്റെ നേച്ചർ ആയിക്കോട്ടെ, ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഒരു മൊത്തത്തിൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പ്രതികരിക്കും. വിളിച്ചാൽ പോടാന്ന് വിളിക്കാൻ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലാതെ ബാക്കി അവിടെ ഗാന്ധിജിയോ ബാക്കി ഒന്നുമല്ല. അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ചില അവകാശങ്ങൾ അത് അവകാശങ്ങളാണെങ്കിൽ, അതായത് നേടിയെടുക്കേണ്ടതാണെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ വേണം. അതിനെ ഏത് രീതിയിലാണോ, നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ വരുന്ന നമ്മുടെ താഴെയുള്ള കുട്ടികളെ അവർക്ക് ഏത് രീതിയിലാണോ അവകാശം നേടിയെടുക്കാൻ പറ്റുന്നത്, കേവലം ബിസിനസ് ലാഭം മാത്രം നോക്കി ഒരു കാര്യം ചെയ്യാതെ അവർക്ക് എന്താണോ ഗുണം ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടി പോരടിക്കാൻ പറ്റുമ്പോഴാണ് അധ്യാപകരും യഥാർത്ഥത്തിൽ മികച്ചതായിട്ട് മാറും. തീർച്ചയായിട്ടും. അതായത് നമുക്ക് കുറെ ടോപ്പിക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു അധ്യാപകൻ അതല്ല, ഒരു കുറെ ടോപ്പിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായത് തീർച്ചയായും അതിന്റെ മുമ്പിൽ നിന്ന് നയിക്കേണ്ടത് നമ്മളാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഘടന. ഓക്കെ, അപ്പൊ എനിക്ക് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതൊക്കെയായിരുന്നു എൻ്റെ ഫണ്ടമെന്റൽസ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണം. ഓക്കെ, അങ്ങനെ എക്സാം, അതായത് നോട്ടിഫിക്കേഷൻ വന്നു, പിള്ളേർ മൊത്തം അപ്ലൈ ചെയ്തു, ലാസ്റ്റ് ഡേറ്റ് വന്നു. ഇപ്പോഴാണ് മറ്റേ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LGS പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LGS പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഹൈക്കോടതി KDRBക്ക് എക്സാം നടത്താനുള്ള അധികാരത്തെ, അല്ലെങ്കിൽ നിയമനം നടത്താനുള്ള അധികാരത്തെ വരെ സ്റ്റേ ചെയ്തായിരുന്നു. അന്ന് വീണ്ടും ഒരു ശൂന്യത, അതായത് വീണ്ടും ഒരു വിപ്ലവം പുറത്ത് നടക്കുകയാണ്. കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു പോസ്റ്റാണ്, കുറേ അധികം കുട്ടികൾ പരീക്ഷ എഴുതിയ പോസ്റ്റാണ്, ഫീസ് വാങ്ങിച്ച് KDRB പരീക്ഷ നടത്തിയ പരീക്ഷകളാണ്. ഓരോ പോസ്റ്റിനും 500 രൂപ ഫീസ് മേടിച്ച പരീക്ഷ. അപ്പോൾ അതിലും വീണ്ടും ഒരു കലുഷിതാവസ്ഥ ഉണ്ടാകുകയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി, കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെയും സംഭവിച്ചത് നമ്മൾ നമ്മുടെ കുട്ടികളോട്, അതായത് സൂപ്പർ നോട്ട്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷനിലത്തെ കുട്ടികളല്ല, മറിച്ച് ഓരോ ആഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അവർക്കൊരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാകും. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ജോബിനായിരിക്കും അതിനകത്ത് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ശബ്ദം നമുക്ക് കേൾക്കണം, നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അന്ന് നമ്മൾ നമ്മളെ കുട്ടികളോട് മൊത്തം പറഞ്ഞു, ഇതൊക്കെ താൽക്കാലികമായിരിക്കും, എക്സാം നടക്കും, നിങ്ങൾ പഠിക്കും, ബാക്കി ഒന്നും നോക്കണ്ട, എക്സാം നടക്കും, പഠിക്കുക നമ്മൾ അവരെ കൊണ്ട് പുറകെ നടന്ന് കത്തിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശേഷം എക്സാം ഡേറ്റ് ഇതായി. അതായത് പലരും പറഞ്ഞത് എക്സാം ഇപ്പോഴൊന്നും നടക്കുന്നില്ല, ഇനി നടക്കാനേ പോകുന്നില്ല, വിധി എല്ലാം ശേഷം മാത്രം നടന്നു. അപ്പോൾ എക്സാം കൃത്യമായിട്ട് ഡേറ്റ് വന്നു. ആ സമയത്ത് എനിക്കൊരു ഓർമ്മയുള്ള ഒരു കുട്ടി എന്നെ വിളിച്ച് കരയുകയാണ്. ഒരു പെൺകുട്ടിയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു കുട്ടി വിളിച്ച് കരയാണ്, കാരണം എക്സാം ഒരുപാട് പ്രതീക്ഷ, നമ്മൾ സ്ഥിരം വിളിക്കുന്ന കുട്ടിയാണ് കേട്ടോ, പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. പരീക്ഷ നടക്കുമോ സാർ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജോലി രാജിവെച്ചിറങ്ങിയത്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, പക്ഷേ എക്സാം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്, വിധി നമുക്ക് പ്രതികൂലമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ആകുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആക്ച്വലി ഇത് കോടതിയുടെ കയ്യിൽ നിൽക്കുന്ന വിഷയമാണ്. അതിൽ നമുക്ക് ഇത് നടക്കുമോ നടക്കത്തില്ലയോ എന്ന് പോലും നമ്മുടെ ഭാഗത്ത് പറയും. പക്ഷെ അപ്പോഴും ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക, ആ കുട്ടിയെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അന്ന് ആ പ്രചോദനം ഒരു കുട്ടിക്ക് കൊടുത്ത് അവൻ പഠിച്ചത് കൊണ്ട് ഇന്ന് അവന് വിഷമമില്ലാതെ സന്തോഷത്തോടെ എക്സാം എഴുതാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നു. അതായത് ഇന്നലെ എക്സാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കോൾസ്, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്സ്, സൂപ്പർ നോട്ട്സിൽ വന്ന സ്റ്റുഡൻസ്, ആ സന്തോഷം ഉണ്ടല്ലോ വലുതാണ്, ഏറ്റവും വലുതാണ്. ഓക്കെ, അങ്ങനെ സംഭവബഹുലമായ കുറേ എക്സാം നടന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ നമ്മുടെ ബാച്ചിനകത്ത് കൊടുത്തത്, എന്താണ് നമ്മുടെ രണ്ടാമത്തെ മാനിഫെസ്റ്റോ. ശരി, നമുക്ക് നേരെ നമ്മുടെ മാനിഫെസ്റ്റോയിലേക്ക് പോയാൽ മറ്റൊന്ന്, നമ്മൾ ദേവസ്വം മാനിഫെസ്റ്റോയിൽ കൊടുത്ത് 250+ അവേഴ്സിന്റെ സിലബസ് വൈസ് ആയിട്ടുള്ള ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ കവറേജ് നമ്മൾ പറഞ്ഞു. എന്താണ് യാഥാർത്ഥ്യം? അതായത് നമ്മുടെ എല്ലാ ബാച്ചിലും നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, 250+ അവേഴ്സിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ദേവസ്വം ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാക്കി 6 വേണം നമുക്ക് എടുക്കാം. ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്താൽ
ഒരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് ബാച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു, തീർത്തിട്ട് അങ്ങ് പോകുന്നു. അതായത് സിലബസ് കവർ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ വലിയ സിലബസ് ആയിരിക്കും. ഹിമാലയ എന്നൊരു ടോപ്പിക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് എടുത്തിട്ട് അങ്ങ് പോകും. ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. സൂപ്പർ നോട്ട്സിൽ ഒരു കുട്ടി ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ എക്സാം എന്ന് വരെയാണോ, എക്സാം എന്ന് വരെയാണോ അന്ന് വരെയുള്ള പ്രോപ്പർ സപ്പോർട്ട്, പ്രോപ്പർ ക്ലാസ്സസ്, പ്രോപ്പർ റിവിഷൻ അത് അവർക്ക് കൊടുത്തിരിക്കും. കാര്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞവരെ പിരിച്ചുവിടുക എന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ലാഭമൊന്നുമല്ല. അപ്പം അതിന് നമ്മൾ അങ്ങനെ നോക്കാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സൂപ്പർ നോട്ട്സ് ഒന്നും അല്ലാതിരുന്ന സമയത്തും സൂപ്പർ നോട്ട്സ് ആദ്യം തുടങ്ങി 3 മാസമൊക്കെ ആയപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അല്ലെങ്കിൽ എക്സാം ഒക്കെ നടന്ന, വളരെ അടുത്താണ് എക്സാം ഒക്കെ നടന്നത്. അന്ന് നമുക്ക് ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 900 പേരാണ് മെയിൻ ലിസ്റ്റിനകത്തുള്ളത്. ഇപ്പോൾ April 14 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സൂപ്പർ നോട്ട്സിന്റെ 180-ലധികം റിസൾട്ടാണ് അതിനകത്തുള്ളത്. അതൊരു ചെറിയ എഫേർട്ട് അല്ല. ഒരു സ്ഥാപനം തുടങ്ങി ആദ്യ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ RRB ജെയ്ക്ക് 55 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി. 55 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ടാണ്. അതായത് സെലക്ഷൻ ഇൻ ദ സെൻസ് ജോലിയാണ്. അവർക്ക് ഷോർട്ട് ലിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല, റാങ്ക് ലിസ്റ്റ് ഒന്നുമില്ല. കിട്ടിയാൽ നേരെ ജോലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് അതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് റിസൾട്ട് വരേണ്ടത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ആണ്. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ഇപ്പോൾ കോടതി വിധിക്ക് ശേഷം മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ. പക്ഷേ അവിടെയും റിസൾട്ട് വരുമ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ കുട്ടികളായിരിക്കും. അടുത്ത 3ാമത് വരാൻ പോകുന്ന റിസൾട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. 150 കുട്ടികളുടെ റിസൾട്ട് സൂപ്പർ നോട്ട്സിനുണ്ട്. ഓക്കെ, അതൊരു എഫേർട്ടാണ്. അത് നമ്മുടെ എഫേർട്ടല്ല, കുട്ടികളുടെ എഫേർട്ട്. നമ്മളെപ്പോഴും ക്രെഡിറ്റ് എപ്പോഴും കുട്ടിക്കാണ്. അതിനകത്ത് ഒരു സ്ഥാപനത്തിനോ ബാക്കി ഒരു റോളോ ഒന്നുമില്ല. ക്രെഡിറ്റ് എപ്പോഴും ആ കുട്ടിക്ക് അവന്റെ ഹാർഡ് വർക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് ഇതില് 250 ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് കൊടുക്കും? തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ 250 ക്ലാസ്സുകളിൽ നമ്മൾ 250 അവേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് രാത്രി വരെ അവർക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് രാത്രി വരെ അവർക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് മുമ്പ് തലേ ദിവസം മാരത്തോൺ, അതിന് മുമ്പ് ദേവസ്വത്തിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ, മാത്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷൻ. നമ്മൾ മൊത്തം പറയുകയാണെങ്കിൽ 300+ അവേഴ്സിന്റെ ക്ലാസ്സസ് ഇതുവരെ പ്രൊവൈഡ് ചെയ്തു. 250 നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. 300+ അവേഴ്സിന്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് റിവിഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 60+ അവേഴ്സിന്റെ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കൊടുത്തു. അത് ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ ഇത് സൂപ്പർ നോട്ട്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് വരുന്നുണ്ട്. അതായത് ഈ കുറെ ക്ലാസ് മാത്രം കൊടുത്തിട്ടൊരു കാര്യമില്ല. അവന് ഒരു എക്സാം ഹാളിൽ പോയാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നോട്ട്സ് ആണ് ആദ്യമായിട്ട് ലൈവായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊണ്ടുവന്നു. അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുള്ള് കവറാം, പഠിച്ച ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് മൊത്തം കവറാം, മോക്ക് എക്സാംസ് മൊത്തം കവറാം. അങ്ങനെ 60+ അവേഴ്സിന്റെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊടുത്തു. മാത്രമല്ല 40+ മോട്ടിവേഷൻ സെഷൻസ് ആണ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. കാര്യം ഒരു കുട്ടിയും പഠിത്തത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോരും. അപ്പം അതുകൊണ്ട് 40+ മോട്ടിവേഷൻ സെഷൻസ് നമ്മളെ കുട്ടികൾക്ക് കൊടുത്തു. ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. ഈ 40 സെഷൻസ്, അതേപോലെ തന്നെ മെന്റർഷിപ്പ് സെഷൻസ്, പിന്നെ കൃത്യമായിട്ടുള്ള ഗൂഗിൾ ഫോമുകൾ. നിങ്ങൾക്കൊരു ക്ലാസ് മോശമാണോ, ഓക്കെ മോശമാണെന്ന് ദയവ് ചെയ്ത് അതിനകത്ത് നിങ്ങൾ എഴുതി നമുക്ക് ആ ക്ലാസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നോട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് അതിനകത്ത് മാർക്ക് ചെയ്യും, നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയും പ്രോമിസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഒരു ക്ലാസ് എങ്കിലും കൂടുതൽ മാത്രമേ അവിടെ സൂപ്പർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞ ആ വാഗ്ദാനം കൃത്യമായിട്ട് പാലിച്ചു. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കേസാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 33+ ക്ലാസ്സുകൾ 10 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 മാർക്കിന് വേണ്ടി അത്രയും ക്ലാസ്സുകൾ, അതായത് ഒരു പോയിന്റ് പോലും വിടാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ ഞാൻ അവസാനം വരുമ്പോൾ എത്രയാണ് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കുമ്പോൾ നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ മറ്റൊന്നാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിന്റെ കാര്യം. നമ്മൾ പറഞ്ഞു 60+ ആണ് നമ്മൾ അഷ്യൂർ ചെയ്തത്. നമ്മൾ കൊടുത്തത് എത്രയാണ്? ഉറപ്പായിട്ടും അതിനൊക്കെ കൃത്യമായിട്ട് നമ്പർ 90+ ക്ലാസ്സുകൾ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൊടുത്തു. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പരീക്ഷ പോലെ ചെന്ന് OMR കറുപ്പിക്കാനാണ് പോകുന്നത്. ഈ OMR കറുപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, സമയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, ഇത് പ്രാക്ടീസ് ചെയ്താലേ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ള നേച്ചർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് കിട്ടാതെ കുറേ ടോപ്പിക്കുകൾ പഠിപ്പിച്ചിട്ട്, കുറേ നോട്ടുകൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറേ എന്തൊക്കെയോ വേണ്ട സാധനങ്ങൾ, കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ട് എന്താണ് പ്രയോജനം? അവൻ എസ് എഴുതാൻ പോകുന്നില്ല. അവനെന്താണ് MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്തുകൂടി സാർ ആദ്യം തൊട്ടേ ഇതിനകത്തിൽ കൊണ്ടുവരാനായിട്ട് കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്. അതില്ലാണ്ട് ഒരു കുട്ടിയും പോകരുത് എന്ന് നിർബന്ധമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിവിടെ ഒരു സെലിബ്രിറ്റി ഒരു ഫേസ് സൂപ്പർ നോട്ട്സിന് ഇല്ല. ഓണസ്റ്റ് ആയിട്ട് പറയാം. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ടീം പോലെയാണ്, ഒരു ടീം വർക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ്സസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഫാക്കൽറ്റി പാനൽ എടുക്കാം. നമുക്ക് ഇപ്പോൾ ജോഗ്രഫി എടുക്കുന്ന ഞാനാണ്, വലിയ കുഴപ്പമില്ലാതെ എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് കഴിഞ്ഞെടുത്ത് എക്കണോമിക്സ് എടുക്കുന്ന ജോബിനാണ്. ഓക്കെ, ക്ലാസ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5+ ആണ് നമുക്ക് റേറ്റിംഗ് വരുന്നത്. അതിനുശേഷം കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന കാർത്തിക മിസ്സും വൈഷ്ണവ് സാർ ചേർന്നാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന. റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിയർലി 5 to. ഓക്കെ, കാർത്തിക മിസ് ഒക്കെ നമ്മുടെ എന്താ പറയുക സൂപ്പർ നോട്ട്സ് സ്റ്റാർ പെർഫോമർ ആണ്. ഓക്കെ,
പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്ന അരവിന്ദ് സാറിനെ വെല്ലാനായിട്ട് മറ്റൊരു ക്ലാസ് കേരളത്തിൽ ഇല്ല. അത് ഉണ്ടെങ്കിൽ താഴെ കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ അത്രമാത്രം കെയർ ചെയ്ത് ഫാക്കൽറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളായിക്കോട്ടെ, ഇംഗ്ലീഷ് വന്നിട്ട് പ്രജീഷ് സാറാണ്, മലയാളം വന്നിട്ട് ഷിബു സാറാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ആരൊക്കെയാണോ അവരെ മൊത്തം നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകിൽ ഒരു എഫേർട്ട് ചെറുതല്ല, തീർച്ചയായും വലിയൊരു എഫേർട്ട് അതിന്റെ പുറകിലുണ്ടോ. മറ്റൊന്ന് മെന്റർഷിപ്പ് സപ്പോർട്ടാണ് സാർ. ഈ മെന്റർഷിപ്പ് സപ്പോർട്ട് ഏതാണ്ട് 40+ മെന്റർഷിപ്പ് സപ്പോർട്ട്സ് അല്ലെങ്കിൽ മെന്റർഷിപ്പ് ലൈവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെന്റേഴ്സിനെ കൊടുത്തു. കുട്ടികളെ എല്ലാം കേൾക്കാൻ, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അവരെ കേൾക്കാനായിട്ടുള്ള സജ്ജീകരണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെലഗ്രാം ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സാർ മുമ്പേ പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മെന്റർഷിപ്പിന് ഇത്ര പ്രാധാന്യം ഒരു ബാച്ചിൽ കൊടുക്കുന്നത്? കാരണം മെന്റർഷിപ്പ് അങ്ങനെ ചോദിക്കാൻ കാര്യമുണ്ട്. നമ്മളൊരു ബാച്ചിൽ ഒരു മെന്റർഷിപ്പ് കൊടുക്കണമെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് നഷ്ടം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പണച്ചെലവ് വരുന്നൊരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത കൂടി കിട്ടിയാലും മെന്റർഷിപ്പ് വേണമെന്ന് തീരുമാനിച്ചത്? സൂപ്പർ നോട്ട്സ് സത്യത്തിൽ നമ്മൾ ഇതുവരെ ഒരു ക്ലാസ് നോക്കുമ്പോഴും പൈസ എന്നൊരു സാധനം നോക്കിയിട്ടില്ല. അത് രണ്ടാമത്തെ കാര്യം. അത് വരാതിരിക്കാം, എന്തുകൊണ്ടാണ് സംഭവിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇത്ര അവേഴ്സിനകത്ത് നിങ്ങൾ ക്ലാസ് സ്പെസിഫിക് ആയിട്ട് കയറിക്കണം പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ താഴെയുള്ള ഫാക്കൽറ്റീസിനെ കമന്റ് ഇടാം, ഞാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നോക്കി. നമ്മൾ പറയുന്നത് എന്താണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സ്വന്തം മകനോ മകൾക്കോ സഹോദരനോ സഹോദരിക്കോ എങ്ങനെയാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന, ഒരു ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന സാർ ടീച്ചർ അതേപോലെ ക്ലാസ് എടുക്കുക. ഇതാണ് നമ്മൾ പറയുന്നത്, എല്ലാ ഫാക്കൽറ്റീസിനോടും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഈ പറഞ്ഞ മെന്റർഷിപ്പ് സെഷൻസിൽ ഭൂരിഭാഗം എടുത്തത് നമ്മൾ തന്നെയാണ്. ഞാൻ നീയോനെ കൂടുതലായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ, അവർക്ക് ജോലി വേണം. ഒരാൾ നമ്മളെ വിശ്വസിച്ച് 1 രൂപ തരുമ്പോൾ നമുക്ക് അതിന് തിരിച്ച് 2 തിരിച്ചു കൊടുക്കാൻ പറ്റണം, ഒരു ജോലിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലാതെ പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ജോലിക്ക് പോയിട്ടായിരിക്കും കാശ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയൊരു പെൺകുട്ടിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ മുമ്പിൽ കൈനീട്ടിയായിരിക്കും കാശ് കിട്ടുന്നത്, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ വീണ്ടും കൈനീട്ടിയായിരിക്കും ആ കാശ് മേടിക്കുന്നത്. അപ്പോൾ ഓരോ രൂപയ്ക്കും വിലയുണ്ടെന്ന് ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു സാർ, അതായത് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ നല്ല ആവേശത്തിലായിരിക്കും കുട്ടി ജോയിൻ ചെയ്യുക. ചിലപ്പോൾ നമ്മളൊരു 3000-3500 രൂപ ഫീസും വാങ്ങിച്ചിട്ടായിരിക്കും ഒരു കുട്ടി ജോയിൻ ചെയ്യുക. പക്ഷേ ഈ കുട്ടി ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മടുപ്പ് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയോ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത, പഠിത്തം മുന്നോട്ട് പോകാത്ത, ഈ പൈസയും അവന് നഷ്ടപ്പെടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഒരു സ്ഥാപനവും അവൻ്റെ പൈസ സേഫാക്കാൻ, അല്ലെങ്കിൽ അവൻ തന്ന പൈസ സേഫാക്കി അവനൊരു പ്രയോജനം കിട്ടാൻ അവനെ കൂടെ നിർത്തേണ്ടതാണ്. അവൻ ഇപ്പോൾ 250 പേര് നമ്മുടെ ബാച്ചിലുണ്ടെങ്കിൽ ആ 250 പേരിലെ 249 പേര് പഠിച്ചാൽ പോരാ, 250 പേരും പഠിക്കണം. ആ ഒരു കുട്ടിയും പഠിക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും എഫോർട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി പിന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അവനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് നയിക്കാൻ ബാധ്യത, ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെൻറ്റർഷിപ്പ് മസ്റ്റാണ്. അത് കൊടുക്കാത്തത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഗോൾഡ് ബാച്ചസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം മെന്റർഷിപ്പ് കൊടുക്കുന്ന ബാച്ചുകൾ ഗോൾഡ് ബാച്ചാണ്. ഇപ്പോൾ എനിക്കും സൂപ്പർ നോട്ട്സിൽ 2 ഗോൾഡ് ബാച്ച് മാത്രമേ ഉള്ളൂ, ഡിഗ്രി ഗോൾഡ് ബാച്ചും ഫോഴ്സ് ഗോൾഡ് ബാച്ചും. നമ്മൾ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് നമ്മളൊരു മെന്റർഷിപ്പ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു മോട്ടിവേഷൻ സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ആ സമയം മൊത്തം മാറ്റി വെച്ച് നമ്മളെ കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടൊക്കെ. അപ്പോൾ ഈ മെന്റർഷിപ്പ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകാനായിട്ട് 3 വഴികളുണ്ട്. ഒന്ന് നേരെ എളുപ്പമുള്ള വഴി 80 കിലോമീറ്റർ, കൊട്ടാരക്കര വഴി കറങ്ങി പോകാം, ഒരു 150 കിലോമീറ്റർ വരും. അത് കഴിഞ്ഞ് തിരിച്ച് ഈ മറ്റേ ബീച്ച് റോഡ് വഴിക്ക് പോകാൻ പറ്റും, ഒരു 30 കിലോമീറ്റർ കൂടുതലാണ്. ഒരു കുട്ടി പോകുമ്പോൾ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, എടാ നീ പോവേണ്ട വഴി അതല്ല, ഇതല്ല, മറിച്ച് സ്ട്രൈറ്റ് ആയിട്ടൊരു വഴിയുണ്ട്, ഞാൻ മുമ്പ് സഞ്ചരിച്ചൊരു വഴിയാണ്, ഇതിലേ കൂടെ വാ നമ്മൾ പിടിച്ച് കയറ്റാം. ഇതാണ് ആ മെന്റർഷിപ്പിന്റെ കറക്റ്റ് ലക്ഷ്യം. സിമ്പിളായിട്ട് ഇങ്ങനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളത്. തീർച്ചയായും. ഓക്കെ, ശരി. അടുത്തത് എക്സാമുകളുടെ കാര്യമാണ്. ചാപ്റ്റർ ടെസ്റ്റുകളും മറ്റ് എക്സാമുകളുടെ കാര്യമാണ്. നമ്മൾ ഏതാണ്ട് എല്ലാ ടോപ്പിക്കുകളുടെയും ചാപ്റ്റർ ടെസ്റ്റുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്ക്ലി എക്സാംസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് എക്സാംസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ കണക്കൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. 241 ചാപ്റ്റർ എക്സാമുകളാണ്. ചാപ്റ്റർ എക്സാം എന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്ക് വൈസിട്ടുള്ള എക്സാം. ഉദാഹരണം പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആ ടോപ്പിക്കിൻ്റെ എക്സാം, നാഷണൽ ഇൻകം ആ ടോപ്പിക്കിൻ്റെ എക്സാം, അങ്ങനെ 241 ചാപ്റ്റർ എക്സാമുകൾ, 13 വീക്ക്ലി എക്സാമുകൾ, 36 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതായത് 100 മാർക്ക് വരുന്ന രീതിയിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ പ്രോമിസ് ചെയ്താണ്. പക്ഷേ ഇത് കൂടാതെ ഒരു സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആക്ച്വലി ഓരോ ബാച്ചിലും നമ്മൾ ടെസ്റ്റ് പാക്ക് ക്രിയേറ്റ് ചെയ്യും. അതിപ്പോൾ ഡിഗ്രി ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദേവസ്വത്തിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മളിത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരിക്കലും പ്രോമിസ് ചെയ്ത സാധനമല്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്,
ഒരു കുട്ടി കാശ് തരുമ്പോൾ അവന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ട് വരുമ്പോൾ സൂപ്പർ നോട്ട്സിനാണ് ഏറ്റവും ടോപ്പ് റിസൾട്ട് വരാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ കുറേ കുട്ടികൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ, അപ്പോൾ അവർക്ക് ആ ബാച്ച് മുഴുവനും നമ്മൾ ഈ എക്സാം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം അവിടെ ആ കുട്ടിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടെ ആ കുട്ടിക്ക് ജോലി കിട്ടും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഒരു 3000 രൂപയുടെ നമ്മൾ വാങ്ങേണ്ടതാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവർക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതെ, അത് നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കാശല്ല. ഇപ്പോൾ സൂപ്പർ നോട്ട്സിൽ ഇന്ന് വരെ ഒരു സാധനത്തിനും നമ്മൾ എത്രയാണ് എമൗണ്ട് കാശ് അങ്ങനെ ഒരു സാധനം നമ്മൾ നോക്കിയിട്ടില്ല. അതിപ്പോൾ ജോബിന് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിലുള്ള ഒരാൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കത്ത പോലുമില്ല. പക്ഷേ താങ്ക്സ് ടു നമ്മുടെ കോർ ടീം, സിവിലിയൻസ് ടീം, അതിനെ ടീമിനെ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. അവരും പറയുന്നത് എന്താണ്, കുട്ടികൾക്ക് ഏറ്റവും നല്ല കോണ്ടന്റ് കൊടുക്കുക, ഏറ്റവും നല്ല ക്ലാസ്സസ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽസ്. ഓക്കെ, പിന്നെ എന്താണ് ഒരു കുട്ടിക്ക് വേണ്ടത്? ജോലിയാണ്. അതിലേക്ക് അവരെ നയിക്കുക, അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല നമ്മുടെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു ഫാക്കൽറ്റി ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. A4 സൈസിലൊക്കെ. അത് ആ ക്രെഡിറ്റ് നമുക്കല്ല, നമ്മുടെ റിസർച്ച് ടീമിനാണ്. ഗൂഗിൾ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്ക്സ് ടു യു ആൻഡ് യുവർ ടീം, യുവർ എഫേർട്ട് ഓൾസോ. ഓക്കെ, അപ്പോൾ ആ പുറത്തുള്ള അത്രയും ആൾക്കാർ ഒരു ക്ലാസ് കണ്ട് നോട്ട് എഴുതുകയാണ്, അല്ലാതെ ഫാക്കൽറ്റി തരുന്ന നോട്ടല്ല. ഒരു ടീച്ചർ തരുന്ന ക്ലാസ്സിനെ കണ്ട് നോട്ട് എഴുതി ആ നോട്ടാണ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിലൊരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വലിയൊരു എഫേർട്ട് അതിൻ്റെ പുറകിൽ കൊടുക്കുന്നുണ്ടൊക്കെ. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ സമയം, ആ സമയത്തിന് വാല്യൂ ഉണ്ട്. അവൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഓൺലൈനിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്തിന് നമുക്കൊരു വില കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ തോന്നാവുന്ന, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, നമുക്ക് തോന്നാവുന്ന ഒരു ചോദ്യമാണ്, സാറേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ കുറച്ച് കുട്ടികളെ പെർഫോം ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അത്രയും പിള്ളേരുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിങ്ങൾക്ക് അത്രയും പിള്ളേരുടെ പൈസ പുതിയ ബാച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാച്ചിൽ കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. ടെസ്റ്റ് പാക്ക് നിങ്ങൾ ഇട്ടു, 499 രൂപയ്ക്കാണ് ടെസ്റ്റ് പാക്ക് ഇട്ടത്. അപ്പം നിങ്ങളുടെ ബാച്ചിലെ കുട്ടികളെ കൊണ്ടെല്ലാം നിങ്ങൾ 499 രൂപയ്ക്ക് ടെസ്റ്റ് പാക്ക് എടുപ്പിച്ചു, കുറേ കാശ് ഉണ്ടാക്കിയല്ലോ അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും. അപ്പോൾ അവിടെ ആ ലാഭം നമ്മൾ നോക്കിയിട്ടില്ല. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. ദെൻ 499 രൂപയുടെ ഈ ടെസ്റ്റ് പാക്ക് ഉള്ളത് നമ്മുടെ ബാച്ചിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനും, എത്ര കുട്ടികളുണ്ടോ അത്രയും പേർക്ക് നമ്മൾ 1 രൂപ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ടാണ് നമ്മൾ. തീർച്ചയായും നമ്മൾ കാശ് നമുക്ക് അത്രയും ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു എഫേർട്ട് ഉണ്ട്. കാര്യം വരുന്നൊരു ഫാക്കൽറ്റിക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനാണ് കൊണ്ടുവരുന്നത്, അത്രയും നല്ല പേയ്മെന്റ് കൊടുക്കണം. ഇപ്പൊ നോട്ട്സ് അത്രയും പോകണമെങ്കിൽ അത്രയും നല്ല പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെ അത് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻകം എത്രയാണോ അത് നമ്മൾ ഓരോ ബാച്ച് തുടങ്ങുമ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്യാറുണ്ടോ? ഒരു ഡൗട്ടും കൂടെ അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകും. അതായത് ഇപ്പോൾ ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം ഒരു കുട്ടിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു റിവ്യൂ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക? ആ ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യിപ്പിച്ചു, സ്വാഭാവികമായിട്ടും ആ ഫാക്കൽറ്റിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. പക്ഷേ ആ ക്ലാസ്സുകൾ നമുക്ക് റിവ്യൂ മോശമായതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സൂപ്പർ നോട്ട് ചെയ്യുക? നമ്മൾ ആദ്യം ഫാക്കൽറ്റിയോട് പറയും, സാർ ഇങ്ങനെ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യുക. കാര്യം കുട്ടികളുടെ അഭിപ്രായമാണ് അൾട്ടിമേറ്റ്ലി. ഓക്കെ, കാര്യം അവർക്കത് ഗുണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്തൊരു പ്രയോജനമല്ലോ. ഓക്കെ, അപ്പോൾ ഫാക്കൽറ്റി അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് റിവ്യൂ ചെയ്യും. അപ്പോഴും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല, മറ്റൊരു ഫാക്കൽറ്റി നമ്മൾ ആഡ് ചെയ്യുക. അത് മാത്രമേ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് കുട്ടികളുടെ അഭിപ്രായം തീർച്ചയായും അത് തന്നെയാണല്ലോ. ഓക്കെ, ദെൻ ഫാക്കൽറ്റീസിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ജോഗ്രഫി അമൽ സാറായിരുന്നു, ഞാനായിരുന്നു എക്കണോമിക്സ് എടുത്തത്. മലയാളം ഷിബു സാറും മോഹനകൃഷ്ണ സാറും, നമ്മുടെ ആതിര മിസ് മലയാളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. IT അമൽ സാർ എടുത്തു, സിവിക്സ് വിഷ്ണു സാർ എടുത്തു. സ്പെഷ്യൽ ടോപ്പിക് നമ്മുടെ അരവിന്ദ് സാർ, ആതിര മിസ്, വിഷ്ണു നാരായൺ സാറൊക്കെ എടുത്തിട്ടുണ്ട്. ദെൻ മാത്സ് ശരവൺ സാർ, അരൂപ് സാർ, വിജയ് സാർ, അടിപൊളി ടീമാണ്. ദെൻ ഇംഗ്ലീഷിൽ പ്രജീഷ് സാറും സാവ്യ മിസ്സും ഉണ്ടായിരുന്നു. CAയിൽ കാർത്തിക മിസ്സും വൈഷ്ണവ് സാറും. ഇതിൽ പല സബ്ജക്റ്റുകൾക്കും ഒന്നിലധികം ഫാക്കൽറ്റീസിനെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ നോട്ട്സിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്കൽറ്റി ഒരു വിഷയം മാത്രം എടുക്കാം. ഇപ്പം ഈവൻ ഞാൻ ജോഗ്രഫിയിൽ മാസ്റ്ററാണ്, എനിക്ക് അത്യാവശ്യം നന്നായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നില്ല, അത് ശരിയല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ജോഗ്രഫി നന്നായിട്ട് അറിയാം. അതേസമയം ഞാൻ പോയി മറ്റൊരു വിഷയം എടുത്താൽ അത് ബെറ്റർ ആവണമെന്ന് എനിക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല. പിന്നെ IT പണ്ടുതൊട്ടേ ഞാൻ എടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കുറേ ടോപ്പിക്സ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. IT എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ, അതായത് ജോഗ്രഫിയിലാണ് സാറ് മാസ്റ്റർ ആയിട്ടുള്ളത്. IT എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ക്ലാസ് മതി, ഇനി വേറെ ആരെയും അവിടെ വേണ്ട. ഓക്കെ, ഓക്കെ, അപ്പം അങ്ങനെയാണ് അവിടുത്തെ കേസുകൾ. ശരി, ഇനി നമ്മൾ അവിടെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാനുണ്ട്. സൂപ്പർ നോട്ട്സിൻ്റെ ഫാക്കൽറ്റി പാനൽ, നമ്മളെ സൂപ്പർ നോട്ട്സ് ഈ 1 വർഷം കൂടി ഇത്രയും സക്സസ് ആയെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിൻ്റെ എഫേർട്ട്,
ഫാക്കൽറ്റി ടീമിൻ്റെ എഫേർട്ട് സംഭവിച്ച കാര്യം. ഒരു ക്ലാസ് മോശമായി നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടും പിന്നെ ബാക്കി ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫാക്കൽറ്റീസിനെ അവരോടൊരു ബിഗ് താങ്ക് യു. നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയത്, നമ്മൾ ഇതുവരെ എത്തിയത്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഈ എക്സാം അനാലിസിസിലേക്ക് വന്നാൽ നമ്മളപ്പം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു, ശരി ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കൊടുത്തു, നിങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചു. ഇത് എക്സാമിന് ഈ പിള്ളേർക്ക് വല്ല ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ? 100 മാർക്കിന്റെ പരീക്ഷ വന്നതിൽ എന്ത് ഗുണമാണ് കുട്ടിക്കുണ്ടായത്? നമ്മൾ ആ ബാച്ചിനകത്ത് 3 തരത്തിലാണ് സാധനങ്ങൾ പോയത്. 1 ക്ലാസ്സസ് പോയി, 2 അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് പോയി, 3 അവർക്കൊരു ഹോട്ട് ടോപ്പിക്സിന്റെ സാധനം പോയിട്ടുണ്ട്. 50 നിങ്ങൾ പഠിക്കണം 50 ഹോട്ട് ടോപ്പിക്സ് എന്നോടാ നീ അവസാനം പോകുമ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ വായിച്ചു വേണം നീ പോവും, അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലൊക്കെ. അപ്പൊ നമ്മൾ ഈ 3 സ്റ്റേജിൽ നിന്ന് ഇപ്പൊ GK എടുക്കാം. GK 50 മാർക്കാണ് GK വന്നത്. കാര്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇതിന് സെപ്പറേറ്റ് ആണ്. കാര്യം സ്പെഷ്യൽ ടോപ്പിക് കൂടെ 10 മാർക്ക് വന്നിട്ടുള്ളൂ, GK 10 മാർക്ക് കയറി. ഓക്കെ, അപ്പൊ അവിടെ 50 മാർക്ക് GK. അഭിമാനത്തോടെ പറയാം 43 മാർക്ക്. 43 മാർക്ക് ഞങ്ങൾ പഠിപ്പിച്ച സെയിം സാധനം റിപ്പീറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മെറ്റീരിയൽ എന്നുള്ള സെയിം സാധനം റിപ്പീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു റാങ്ക് ഫയൽ ഒരു 36 കോടി എടുത്തല്ല കൊടുക്കുന്നത്, മറിച്ച് എന്താണ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, ആ ഹോട്ട് ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ആവശ്യമുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ GK 43 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് വന്നേക്കുന്നത്. ഓക്കെ, അതിനുശേഷം പക്ഷേ ചില സാധനങ്ങൾ എനിക്ക് ഒരു വിഷമമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാട്ടുപന്നി ഏത് ഷെഡ്യൂളിൽ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡ് പരീക്ഷ. പക്ഷെ നമ്മുടെ ആ ക്ലാസ് നമ്മുടെ ഉണ്ട്. നമ്മളെ ഇപ്പം ഏതാണ് നമ്മുടെ ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി സ്പെഷ്യൽ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അവിടെ ആ സാധനങ്ങൾ മൊത്തം പോകുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് സിലബസിൽ ഈ 50 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, ഉദാഹരണം പറഞ്ഞാൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എക്കണോമിക്സിൽ നിന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി സിലബസിൽ അങ്ങനെ ഒരു ടോപ്പിക് നേരിട്ട് പറയുന്നതല്ല. അതേപോലെ തന്നെ ഇതിന്റെയും ഷെഡ്യൂളൊക്കെ അത്രയും ഡീപ്പായിട്ടൊക്കെ ചോദിക്കാനുള്ള ഒരു സംഭവം സിലബസിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല. അതേപോലെ 7 ക്വസ്റ്റ്യൻസ് പോയാൽ 43 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്, അതായത് നമ്മൾ പഠിപ്പിച്ച സെയിം സാധനം റിപ്പീറ്റ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് IT ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ്, സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 10 8 ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച, അതായത് ഞാൻ ഈ പറഞ്ഞ വളച്ച് ചോദിച്ച അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് ചോദിച്ചേക്കുന്നത്. അതായത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഒരു 80+. തീർച്ചയായിട്ടും, അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം 30 ഉണ്ട്, ഒരു 20-22 ചോദ്യങ്ങളോളം നമുക്ക്, കാരണം മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതേ മോഡലിൽ നിന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മൊത്തത്തിൽ നോക്കിയാൽ 85ഓളം ചോദ്യങ്ങൾ, 80+ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച നമ്മുടെ മെറ്റീരിയൽസ് എന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണ് ആ പറഞ്ഞത്. കട്ട് ഓഫിലേക്ക് വരുമ്പോൾ സാർ ഏകദേശം നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? കട്ട് ഓഫിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ഇപ്പോൾ നിലവിൽ 150 സംതിങ് വേക്കൻസി, 140 150 വേക്കൻസി ഉണ്ട്. ഓക്കെ, കാര്യം അത്രയും വേക്കൻസിയാണ് LD ആയിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ 150 വേക്കൻസി ഉണ്ട്. 15,000 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും വേണ്ട ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. മേ ബി ചിലപ്പോൾ എന്തെങ്കിലും വെച്ച് അപ്ലൈ ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 500 പേരുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും മേ ബി ഇടാൻ പോകുന്നത്. 500 പേരുടെ പോകുന്ന അറിയത്തില്ല, മൊത്തത്തിൽ സപ്ലൈ എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 65+ ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് ആവാൻ സാധ്യത. കട്ട് ഓഫ് ഫൈനലായിട്ട് വിചാരിക്കേണ്ടതില്ല, നമ്മൾ ഏകദേശം ഒന്നാണ്. ഇനി ഫൈനൽ കീ എന്ന് പറയുന്ന ഒരു അവതാരം കൂടി വരാൻ, ഫൈനൽ കീ മാറാം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഡിലീഷൻസ് സംഭവിക്കാം, പിന്നെ മാറ്റങ്ങളുണ്ടാവാം. അപ്പോൾ ഫൈനൽ കീ കൂടെ വന്നിട്ട് ഒരു ഫൈനൽ മാർക്ക് എന്ന നിലയിൽ കണ്ടാൽ മതി. പക്ഷേ ഒരു 65+ ഒക്കെ ഒരു സേഫ് സ്കോർ ആയിട്ട് തൽക്കാലം നമുക്ക് 10 മാർക്കിന്റെ ബഫർ ഇടാം. അതായത് കുറയത്തില്ല, മേ ബി ഒരു 65 to 75 അല്ലെ 75 കട്ട് ഓഫ് പോകത്തില്ല. ഞാൻ പറഞ്ഞ 65+ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളൊരു വലിച്ചുകീറലാണ് നടത്തിയത്. സൂപ്പർ നോട്ട്സിന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ അത് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, കുട്ടികൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ വന്ന വഴികളിൽ ഓരോന്നും നമ്മളതിൽ കടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. കാരണം 1500ഓളം കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ധൈര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ബാച്ചുകളും. ഇതേപോലെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് കഴിയുമ്പോഴും ഒന്ന് ഇരിക്കാനുണ്ട്. ഡിഗ്രി പ്രിലിംസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, വന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് ഇരിക്കാനുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്താൽ സാർ എന്താണ് സൂപ്പർ നോട്ട്സിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ പറ്റി? എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അൾട്ടിമേറ്റ്ലി നമ്മൾ സൂപ്പർ നോട്ട്സിന് സ്റ്റുഡൻസ് തന്നെയാണ് ഏറ്റവും വലുത്. അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക, അവരെപ്പോഴും കൂടെ നിർത്തുക, അവരെ കൊണ്ട് പഠിപ്പിക്കുക, ജോലി മേടിപ്പിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, ഒരാൾക്ക് ജോലി കിട്ടിയാൽ ആ കുടുംബം മൊത്തം മാറും. അയാളുടെ ഹസ്ബൻഡോ വൈഫോ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അച്ഛനും അമ്മയ്ക്കും നന്നായിട്ട് നോക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വയസ്സാവുന്ന സമയത്ത് അവർക്ക് അവരുടെ ഹെൽത്ത് ബാക്കിയെല്ലാം നന്നായിട്ട് നോക്കാൻ പറ്റും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ
ആ കുടുംബം മൊത്തം മാറും. തീർച്ചയായും. ആ ഒരാളെ ക്രിയേറ്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. മക്കളെ, നിങ്ങൾ ആണ് നമ്മുടെ സപ്പോർട്ട്. സൂപ്പർ നോട്ട്സിനെ ഈ 1 വർഷവും 4 മാസം കൊണ്ട് ഇത്രയും വളർത്തിയ നിങ്ങളുള്ള നന്ദി ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം വലുതാണ്. താങ്ക് യു. നന്നായിട്ട് പഠിക്കാം. അടുത്ത് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങളുടെ പേര് വരുന്ന രംഗം നിങ്ങൾ സ്വപ്നം കാണുക, അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. പഠിക്കുക, ജോലിക്കാരെങ്ങ് പോകും.